അവർക്കത് പ്രൈവറ്റ് ആയിട്ട് വെക്കാം, പബ്ലിക്കായിട്ട് വെക്കാം. പബ്ലിക്കായിട്ട് വെക്കുമ്പോൾ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ നമ്മൾ കേട്ടേ പറ്റൂ. അവർക്ക് നമ്മൾ ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല, അവർ ജീവിക്കത്തില്ലേ. പ്രൈവറ്റ് പെണ്ണായാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. ഫെമിനിസ്റ്റ് ആവരുത്. എന്താ ഫെമിനിസ്റ്റ് പറഞ്ഞാൽ മലയാളികൾ കാത്തിരുന്ന അവസാനം ഒരു ഇത് പ്രതീക്ഷയോടെ സീസൺ 7 വന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഞാനും പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷെ ഓഡീഷൻ കൊടുക്കുന്നതൊക്കെ ഏത് ടൈപ്പ് ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നല്ല ആൾക്കാർ വന്നാൽ മതിയായിരുന്നു. സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. അല്ലെ നമ്മുടെ പേരും പോകത്തില്ലേ ഇല്ലേ? അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓഗസ്റ്റിൽ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. ഓഗസ്റ്റ് കാരണം എനിക്കറിയുന്ന കുറേ പേരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ പേര് പറഞ്ഞ് ഒന്ന് ഇന്ത്യൻ സിനിമാ ഗാലറിയിലെ വൈശാഖ്, അനസ്. ഇവർ രണ്ടുപേരും ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്. LGBT പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്താണ് അവസാനിക്കുക? ഭയങ്കര വിവാദം. ഒരാൾ സ്റ്റോറി ഇടുന്നു, അപ്പൊ തന്നെ മറ്റാൾ സ്റ്റോറി ഇടുന്നു. പിന്നെ ഞാനത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നേരത്തെ ഉണ്ട്, ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങി. അപ്പം അത് അതാണ് അതിനെ ഫിലിമായിട്ട് കാണാണ്ട് തന്നെ അത് ആ കഥാപാത്രമായിട്ട് മനസ്സിലാക്കാണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം. അതായത് ആ കഥാപാത്രം ആയിട്ട് കാണാതെ തന്നെ ഇവരിങ്ങനെ റിയാക്ട് ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഫിലിം ഇറങ്ങുന്നു എന്നൊക്കെ കാതൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. എല്ലാവരും പറഞ്ഞു സിനിമയെ കാണണം. ഇതിറങ്ങിയപ്പോൾ എന്താ അവർ സിനിമയായിട്ട് കാണാത്ത? മാർക്ക് ഇറങ്ങിയപ്പോൾ എന്താ സിനിമയായിട്ട് കാണാത്ത? നമ്മളെല്ലാം ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമല്ല. ഇതിന് സിനിമയുടെ അവസാനം ഗുഡ് മെസ്സേജ് തന്നെ വരണമെന്ന് എവിടെ നിയമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബാഡ് മെസ്സേജ് വന്നാലും എന്ത് വന്നാലും സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണ്. അത് എന്റർടൈൻ ചെയ്യുക. കാണാത്തതിന് വേണ്ടെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. അതിനകത്തിപ്പം നമ്മൾ എല്ലാത്തിനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കിയാൽ കാര്യം നടക്കത്തില്ല. പൊളിറ്റിക്കലി ഇച്ചിരി ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്കും കാണണ്ടേ സിനിമ? അങ്ങനെയൊക്കെ ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന എത്രയോ ജനങ്ങളുണ്ട്. ഞാൻ ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു ജാതി എനിക്ക് ഇഷ്ടപ്പെട്ട പടം തന്നെയാണ്. അല്ല അല്ല ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 വരെ നമ്മൾ കണ്ടതാണ്. ഇനി സീസൺ 6 7 എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പേഴ്സണലി ഒരു ബിഗ് ബോസ് ആരാധകൻ എന്ന നിലയിൽ ഗ്രൂപ്പുകൾ ഇനി വെക്കരുത്. സിംഗിൾ മറ്റേ ഹൗസ് ഉണ്ടല്ലോ, അത് വെക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആവും. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം അതായത് എനിക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസ് വന്നപ്പോൾ എനിക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പ് പെർഫോമൻസ് ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്നില്ല അടുത്തിരിക്കുന്നവനെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അതിനപ്പുറത്ത് ഈഗോ ആയിരിക്കും, വലിയ പാടാണ്. അപ്പോൾ അത് വരാതിരുന്ന വേറെ വിഷയം. ഓക്കെ. പിന്നെ ഈ കോമണറായിട്ടൊക്കെ അതൊക്കെ ഓപ്ഷൻ നല്ലതല്ലേ? കോമണർ അത് വരുമല്ലോ, അതെന്തായാലും ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവും. എനിക്ക് വൈൽഡ് കാർഡ് ഉണ്ടാവും. ഇന്നത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അവസാനം മറ്റേ ഫാമിലി ഗസ്റ്റായി ഹോട്ടൽ ഗസ്റ്റായിട്ട് വരാൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അഭിഷേകിന് ഹോട്ടൽ ഗസ്റ്റ് ഞാൻ അവിടെ ഒരു വിധത്തിൽ ഒന്നുമില്ല. അവിടെ എൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പൊ നാട് മൊത്തം കോൺട്രവേഴ്സി. എല്ലാവരും അതിനകത്ത് കയറാൻ പറ്റിയുള്ള പരിപാടിയാണ് തോന്നുന്നത്. എല്ലാവരും ഓടിയാണ് കോൺട്രവേഴ്സി പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ബിഗ് ബോസ് സ്വപ്നം കണ്ട് കുറേ പേര് അതിനു വേണ്ടി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് അത് മനസ്സിലാവുന്നുണ്ട്. കയറട്ടെ, ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ. ഓക്കെ. നിലവിൽ കുറച്ച് ആൾക്കാരെ അറിയാലോ, പോകുന്നവരെ ഞാൻ ചോദിക്കണില്ലേ, പോകുന്ന ആൾക്കാരെ അറിയാം. ഈ പോകുന്ന ആൾക്കാരല്ലാതെ പേഴ്സണലി നമുക്ക് ആഗ്രഹം തോന്നില്ലേ ഇയാൾ ബിഗ് ബോസിൽ എത്തിയാൽ കുറച്ച് ഓളുണ്ടാക്കും അങ്ങനെ തോന്നുന്ന പേഴ്സണലി തോന്നുന്ന ആൾക്കാരെ ഒരു പേരെന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യാവും. ഉള്ളിലുള്ള ആൾക്കാർ പറയണ നിർബന്ധമില്ല. എനിക്ക് ഓൺ എയറിന്റെ അനസ് കയറണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ വൈശാഖിന്റെ മറ്റേ ഇന്ത്യൻ സിനിമാ ഗാലറിയുടെ വൈശാഖിന്റെ വയറൊന്ന് കുറയ്ക്കണമെങ്കിൽ ഇനി ബിഗ് ബോസിൽ ഉള്ളൊരു രക്ഷ. ബിഗ് ബോസിൽ പോയി അവിടെ പട്ടിണി കിടക്കുമ്പോൾ ആ വയറൊന്ന് കുറയും, അല്ലാതെ ആ വയറ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുറച്ച് ആൾക്കാർ പറയും തൊപ്പിയൊക്കെ ബിഗ് ബോസിൽ കയറി ഒരു ഓളം ഉണ്ടാക്കുന്നൊക്കെ പറയും. അതേപോലത്തെ വരട്ടെ, നമുക്കറിയില്ല ഓളം ഉണ്ടാക്കും. നമ്മൾ ഈ കാണുന്നൊന്നും അല്ല ബിഗ് ബോസ്. നമ്മൾ കഴിക്കുന്ന ചേച്ചിയാക്കി ഭയങ്കര കയറിയ ഡയലോഗ് അടിക്കാം, ഇന്നത് ചെയ്യാം, ഇന്നത് മറിക്കാന്നൊക്കെ തോന്നും. അവിടെ കയറി കഴിഞ്ഞാൽ നടക്കാൻ പോകില്ല. നമ്മളായിട്ട് നിന്ന് പോകാന്നുള്ളത്. തൊപ്പിയാണെങ്കിലും ആരാണെങ്കിലും ആര് ട്രൈ ചെയ്താലും കയറി കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരും. ചിലപ്പോൾ അത് ബോറാവും, ചിലപ്പോൾ നല്ലതാവും. അത് സീക്രട്ട് ഏജന്റ് പറ്റിയ പോലെ അതാണ് ഉദ്ദേശിച്ചത്. സീക്രട്ട് അവരെ പിന്നെ കയറി കേട്ടാൽ ചേട്ടനും ആര്യച്ചിന്റെ കല്യാണം അറിഞ്ഞു. നമ്മളൊക്കെ എപ്പോഴേ അറിഞ്ഞു. പിന്നെ അവർ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സിന് മാത്രമേ നല്ലൊരു ലൈഫ് പാർട്ട്ണർ ആവാൻ പറ്റൂ. അപ്പോൾ അവർ നല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആദ്യം സ്ട്രോങ് ആയി, ഇനി അവർ അവരുടെ നല്ല ലൈഫ് മുമ്പോട്ട് പോട്ടെ. അതിൽ കല്യാണത്തിന് വിളിക്കാതെ പറഞ്ഞിരിക്കുന്നത്. മറ്റേ ബാച്ചിലർ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ല. ഓൾറെഡി നേരത്തെ അല്ല, അവർ നല്ല ഫ്രണ്ട്സാണ്. നേരത്തെ അത് എപ്പോഴാണ് സംസാരിച്ച് സെറ്റായെന്ന് എനിക്കറിയത്തില്ല, അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഫോട്ടോ ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ലോൺ കിട്ടിയില്ലല്ലേ? ഒന്നും കിട്ടിയില്ല. നല്ല ഫ്രണ്ട്സാണ്. എനിക്ക് അവർ ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോൾ എനിക്ക് നല്ലോണം അറിയാം.
പിന്നെ അത് കഴിഞ്ഞ് ഇവരെപ്പോൾ കപ്പിളായതൊന്നും എനിക്കറിയത്തില്ല. നീ അത് വിചാരിക്കണ്ട, എനിക്കറിയത്തില്ല. കല്യാണത്തിന് എന്തായാലും പങ്കെടുക്കും. പിന്നെ അവരത്ര നമ്മൾ അടുത്ത ആൾക്കാരുണ്ട് വിളിച്ചായിരിക്കാം. അവർ നമ്മൾ ഇപ്പോൾ അവർ ഷോപ്പ് തുടങ്ങിയപ്പോഴും നമ്മളെ വിളിച്ചു, നമ്മൾ പോയി. ഇതിൽ വിളിച്ചാലും നമ്മൾ പോകും. ഇനി എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അതാടാ അപ്പോഴും ക്യാമറ കല്യാണം പ്ലാൻ ചെയ്തില്ല. പറ്റിയൊരു പാർട്ട്ണറെ കിട്ടുന്നില്ല. ഇനി മാട്രിമോണിയിലൊക്കെ ഇടേണ്ടി വരുമോ? പെണ്ണിട്ടു അല്ല ഇപ്പൊ നിലവിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കണ കല്യാണം ആലോചിച്ചോണ്ടിരിക്കണ്ട ആലോചന ഇല്ല. നമ്മളെന്ന് ഞാൻ പറ്റിയൊരാളെ കണ്ടുപിടിക്കുന്ന അന്നേ ഉള്ളൂ. ആളുണ്ടോ? ആള് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എനിക്ക് പെണ്ണ് കണ്ടുപിടിച്ച് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ കല്യാണത്തിന് വിളിക്കാം. അപ്പൊ അഭിഷേകിന്റെ കല്യാണം നമ്മൾ നടത്തും. ഓൺലൈൻ മീഡിയ നടത്തുന്നതായിരിക്കും. ഓൺലൈൻ മീഡിയ വഴി കല്യാണം നടക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടോ ഓരോ പ്രൊഫൈലായിരിക്കും. എന്തെങ്കിലും പെണ്ണായാ മതി. പെണ്ണ് കുറച്ച് ബോൾഡായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മറന്നിരിക്കുന്ന സാധനങ്ങൾ ഓർമ്മിപ്പിക്കാതാണ്. അല്ല അങ്ങനെ തോന്നുന്നില്ല, കുറച്ച് ബോൾഡായിരിക്കണം. ഇപ്പോൾ അഭിഷേകിന് പേഴ്സണലി കുറച്ച് കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്പോർട്സ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ്, സിനിമ. ഫെമിനിസ്റ്റ് ആവരുത്. എന്താ ഫെമിനിസ്റ്റ് പറഞ്ഞാൽ? ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ റൈറ്റ്സ് നമ്മളെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. നമ്മൾ ഈക്വൽ അല്ല. ആമ്പിളരാണ്, പെമ്പിളരാണ്. അപ്പം അങ്ങനത്തെ ഈക്വാലിറ്റിയിലേക്ക് വിശ്വാസം. പക്ഷേ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഈക്വാലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ആളെ താല്പര്യം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കൽ. ആളുകളെ പുച്ഛിക്കുന്ന കുറേ ഫെമിനിസ്റ്റുകളുണ്ട്. അവർക്കാണ് ഞാൻ ഏറ്റത്. അതറിയാലോ ആരൊക്കെയാണ്. ചില ബട്ട്മക്കുകളൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ നല്ല പേരെടുത്ത് പറയുന്നത് അങ്ങനെ വേണ്ട. ഞാൻ വേറെ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ എപ്പോഴും അതിനൊരു സെൻസർഷിപ്പ് വേണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 18+ കണ്ടന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര ഹായമായിട്ട് ഹേറ്റ് കമൻസ് ഒക്കെ വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു ഒരു സെൻസർഷിപ്പ് വേണമെന്നൊക്കെ. അങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാതെ പോകത്തില്ലേ? നമുക്കും പറയാൻ പറ്റണം, അവർക്കും പറയാൻ പറ്റട്ടെ. പിന്നെ ഇതിൽ ഒരു മൊറാലിറ്റി ഒരു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സെൻസർഷിപ്പ് കൊണ്ടുവന്നാൽ ശരിയാവും. ഇവിടെ പലതും ഇവിടെ അടച്ചമർത്തപ്പെട്ടു. പല കാര്യങ്ങൾ തുറന്ന് ഇപ്പം നമ്മൾ മറ്റേ LGBT എതിരെ പറയുന്ന ആൾക്കാരെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ആ പരിപാടിയില്ല. പക്ഷെ അത് അങ്ങനത്തെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയും വ്യൂസ് എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ കാണണം. നീ പറഞ്ഞ പോലെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറയാനുള്ള നമ്മൾ ഇപ്പോൾ സെലിബ്രിറ്റീസ് ലൈഫ് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ഓപ്പൺ ആയിട്ടില്ല, ചിലപ്പോൾ പല സീക്രട്ട് ആയിട്ടും. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് പലർക്കും അറിയുണ്ടാവില്ല. അവരെ ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഫോട്ടോയിലൂടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഈ മാരേജ് ഫോട്ടോ തന്നെയാണ്. സിബിയും ആര്യയുടെ അവരുടെ അടിയിൽ ഇവിടെ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ഭയങ്കരമായിട്ടുള്ള മോശം രീതിയിലുള്ള കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കണം. അവരുടെ ലൈഫ് പേഴ്സണൽ ലൈഫ് അറിയാത്തവരായിരിക്കും ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും ഭയങ്കരമായിട്ട് ചെയ്യണത്. അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയ ലൈഫിൽ എല്ലാ ക്രിറ്റിസിസവും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. അവർക്കത് പ്രൈവറ്റ് ആയിട്ട് വെക്കാം, പബ്ലിക്കായിട്ട് വെക്കാം. പബ്ലിക്കായിട്ട് വെക്കുമ്പോൾ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ നമ്മൾ കേട്ടേ പറ്റും. ഇതേ പ്രൈവറ്റ് ആയിട്ട് വെക്കുക. പ്രൈവറ്റ് ആയിട്ട് ആരും അറിയത്തില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർ ജീവിക്കത്തില്ലേ? പ്രൈവറ്റ് ആയിട്ട് വെച്ചാൽ അവർക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ പബ്ലിക്കായിട്ട് വെക്കുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ കേട്ടേ പറ്റും. എനിക്ക് വരുന്നുണ്ടല്ലോ തെറി. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫെമിനിസ്റ്റ് ഫിയർ സ്ട്രോങ് മെൻ എന്ന് പറഞ്ഞൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫോട്ടോയ്ക്ക് ഇഷ്ടംപോലെ തെറി വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടംപോലെ DM-ൽ തെറി വരുന്നുണ്ട്, ഫെമിനിസ്റ്റുകൾ തെറി എടുക്കുന്നുണ്ട്. അത് ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാനത് ഇടുന്നത്. ഞാൻ അതേപോലെ അല്ല, നമ്മൾ വളരെ ഹാപ്പിനെസ് ലൈഫ് മൊമെന്റ്സിലൊക്കെ മുമ്പ് ഒരു മാരേജ് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഹാപ്പിനെസ് ലൈഫ് ആണെങ്കിലും പബ്ലിക് ആക്കിയാൽ കേൾക്കേണ്ടി വരും. അതിനകത്ത് പല അഭിപ്രായമുള്ളവരുണ്ട്, അത് കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് വെച്ചാൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ അവരത് വെക്കാതെ അവർ പബ്ലിക് ആക്കിയില്ലേ, പബ്ലിക്കിൻ്റെ കേൾക്കേണ്ടി വരും. അപ്പോൾ ആരാണേലും, അവരെ മാത്രമല്ല ആരാണേലും കേൾക്കേണ്ടി വരും. നമ്മൾ എത്രയോ പേരെ കാണുന്നുണ്ട്. കേൾക്കണം, സ്വാഭാവികം. ശരിക്കും മതി.